മരിയ മീഡിയേഷൻ ടീമിൻ്റെ വചനവീതിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, 1917 ഒക്ടോബർ മാസം 13-ാം തീയതി ഫാത്തിമയിൽ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടു. ഫാത്തിമയിൽ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലൂസി, ഫ്രാൻസിസ്, ജസിന്ത എന്നീ 3 കുട്ടികളോട് പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാൻ ജപമാല രാജ്ഞിയാണ്. മാതാവ് തുടർന്ന് പറഞ്ഞു, ക്രിസ്തു വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിൽ ആധ്യാത്മിക നവീകരണം വരുത്തണം. പാപത്തിന് പരിഹാരമായി പ്രായശ്ചിത്തം ചെയ്യുകയും പാപപൂർത്തി യാചിക്കുകയും ചെയ്യണം. പാപം മൂലം വളരെയേറെ ദൈവദ്രോഹം ചെയ്ത മനുഷ്യർ ഇനി അത് തുടരാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. കത്തോലിക്കർ ഭക്തിപൂർവം കൊന്ത ചൊല്ലണം. സ്നേഹമുള്ളവരെ, ഇത് പരിശുദ്ധ അമ്മ ഫ്രാൻസിസിനും ലൂസിക്കും ജസിന്തയ്ക്കും കൊടുത്ത ഒരു സന്ദേശമാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ ജപമാല വളരെയേറെ ഭക്തിയോടുകൂടി ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. പരിശുദ്ധ ജപമാല ഭക്തിപൂർവ്വം ചൊല്ലിയപ്പോൾ ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തെക്കുറിച്ച് ഒരു മകളുടെ സാക്ഷ്യം നമുക്ക് ഇപ്പോൾ കേൾക്കാം. എൻ്റെ പേര് അൽഫോൻസ. ഞാൻ പാലാ രൂപതയിൽ ഉള്ളനാട് ഇടവകയിൽ താമസിക്കുന്നു. വർഷങ്ങളായി എൻ്റെ കാലിൻ്റെ ഉള്ളൻകാൽ വരഞ്ഞു കീറി ബ്ലഡ് ഒഴുകുന്ന ഒരവസ്ഥയായിരുന്നു. ഉള്ളനാട് ഇടവകയിൽ നടക്കുന്ന 1000 മണി ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ രോഗം പൂർണ്ണമായി മാറി. ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, ആ മകളുടെ സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ. ഭക്തിപൂർവ്വം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ വർഷങ്ങളായി ആ മകളെ അലട്ടിക്കൊണ്ടിരുന്ന ആ വലിയൊരു രോഗത്തിന് സൗഖ്യം ലഭിക്കുകയുണ്ടായി. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ പ്രശ്നങ്ങളിലേക്കും നമ്മുടെ നിയോഗങ്ങളിലേക്കും കടന്നു വരുന്നു. നമ്മൾ അതിൽ നിന്നുമൊക്കെ വളരെയേറെ വേഗത്തിൽ വിടുതൽ പ്രാപിക്കുവാൻ കാരണമാകുന്നു. സ്നേഹമുള്ളവരെ, മിസ്റ്റിക് ഗ്രന്ഥകാരനായ തോമസ് അക്കബീസ് തൻ്റെ ക്രിസ്തുവാനുകരണത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: നന്മ നിറഞ്ഞ മറിയവും കൊന്തയും നാം ചൊല്ലുമ്പോൾ സ്വർഗവാസികൾ സന്തോഷിക്കുന്നു, ഭൂവാസികൾ ഐശ്വര്യപ്പെടുന്നു, പിശാചുക്കൾ ഓടി ഒളിക്കുന്നു, നരകം വിറകൊള്ളുന്നു, ദുഃഖമെല്ലാം അപ്രത്യക്ഷമാകും, ആനന്ദം തിരിച്ചു വരുന്നു, ഹൃദയത്തിന് സ്വസ്ഥത കൈവരുന്നു, വിശുദ്ധ തൈലം പൂശിയതുപോലെ ഒരു അനുഭൂതി, പ്രത്യാശ സജീവമാകുന്നു, ആത്മാവ് പ്രശാന്തമാകുന്നു, അത്ഭുതകരമായ ഒരാശ്വാസം, സ്വാന്തനം വ്യക്തിയെ മുഴുവൻ ഗ്രസിക്കുന്നു. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ആ ജപമാല നമ്മൾ ഭക്തിപൂർവ്വം ചൊല്ലുവാൻ ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകവും വലിയ അത്ഭുതകരമായ രോഗശാന്തിയും പൈശാചിക ശക്തികളിൽ നിന്നും വലിയ വിടുതലും നമുക്ക് ലഭിക്കുന്നു. കാരണം നമ്മൾ ജപമാലയിലൂടെ വിശുദ്ധ ലിഖിതങ്ങളാണ്, ദൈവത്തിൻ്റെ വചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. ആ ധ്യാനം ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുക. വചനത്തിൻ്റെ ശക്തിയും അഭിഷേകവും നമ്മുടെ മേൽ വന്ന് നിറയുവാൻ കാരണമാകുന്നു. ആയതിനാൽ ഭക്തിപൂർവ്വം നമ്മൾ ജപമാല ചൊല്ലുന്നവരായി മാറാം. ജപമാല ഭക്തിയിൽ നമുക്ക് ആഴപ്പെടാം. അതിനായി ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.